ഇസ്രായേലിൽ വീണ്ടും സൈറനുകൾ മുഴങ്ങുന്നു. ഹൈഫയിലും വടക്കൻ ഇസ്രായേലിലും ശക്തമായ ആക്രമണം. സമാന്തരമായി ഇസ്രായേലിലും ആക്രമണം. ഒരേ സമയം തിരിച്ചടിക്കുകയാണ് ഇറാൻ. ഗൾഫ് മേഖലയിലെ എല്ലാ രാജ്യങ്ങളിലും ഇപ്പോഴിതാ ഒമാനിലും ഇസ്രായേലിലും സമാന്തരമായ ആക്രമണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. തുടർച്ചയായി സൈറനുകൾ മുഴങ്ങുന്നു. ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം എന്ന അപ്ഡേറ്റ് കൂടി വരുന്നു. അതാണ് ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണം പ്രത്യാക്രമണം എന്ന രൂപത്തിൽ അത് നീങ്ങുന്നു എന്നുള്ളതാണ്. ടെഹ്റാനിൽ ഇസ്രായേലിന്റെ ആക്രമണം ഏറ്റവും ഒടുവിലെത്തിയതാണ്. ഇറാനിലെ ഷിറാസിൽ വലിയ രീതിയിൽ ജനങ്ങൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട് വിനീത. അതായത് ഖമനേയുടെ മരണം അത് ഇറാൻ ഭരണകൂടത്തെ മാത്രമല്ല ഇറാൻ ജനതയെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു. ആ പ്രതിഷേധം ഒരു വശത്ത് തുടരുന്നു. അത് നമ്മൾ പാകിസ്ഥാനിലെ കറാച്ചിയിലും കാണുന്നു. പലയിടത്തും ഷിയ പ്രതിഷേധം അത് ആക്രമണ സ്വഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തിയെന്നാണ് IDF പറയുന്നത്. ടെഹ്റാന്റെ ഹൃദയഭാഗത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഈ ഏറ്റുമുട്ടൽ തുടരുന്നു. അത് ഇടവേളകളില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ വിവരം വിനീത. സ്മൃതി, അല്പം മുൻപാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നത്. നിങ്ങളുടെ ഹൃദയം തകർക്കുമെന്ന് ഇസ്രായേലിനോട് വെല്ലുവിളിച്ചിരുന്നു ഇറാൻ. ഇപ്പോഴിതാ ഇസ്രായേലിന്റെ മറുപടി വരുന്നു. ടെഹ്റാനിൽ ആക്രമണം നടത്തിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയം ഞങ്ങൾ തകർക്കുകയാണെന്ന് ഇസ്രായേൽ പറയുകയാണ്. അടി തിരിച്ചടി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ പോകുന്നു. ഒമാനിലെ ആക്രമണത്തിന് പിന്നാലെ ഇതാ ഇസ്രായേലിൽ നിന്നും ഭീതിതമായ വാർത്തകളാണ് വരുന്നത്, ദൃശ്യങ്ങളാണ് വരുന്നത്. ടെല്ലവീവിൽ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ ഭീതിതമാണ്. ഏതാണ്ട് 30 നിലയുള്ള കെട്ടിടങ്ങൾ, 9 നിലയുള്ള കെട്ടിടം, അങ്ങനെ നിരവധി കെട്ടിടങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു. അവിടുത്തെ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം വരുന്നു. 40 കെട്ടിടങ്ങളെങ്കിലും ടെല്ലവീവിൽ തകർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. 500-ലധികം ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നു. അങ്ങനെ അത് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളാണ്. അതൊക്കെ തന്നെയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ ആൾനാശമൊന്നും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുവൈറ്റിൽ ഏറ്റവും ഒടുവിൽ ആക്രമണം നടത്തുകയാണ് ഇറാൻ. അത് ഡ്രോൺ ആക്രമണമാണെന്ന് പറയുന്നു. ശക്തമായ തുടർച്ചയായ സ്ഫോടനങ്ങൾ ഉണ്ടായതായി വിവരങ്ങളുണ്ട്. അപ്പോൾ ഗൾഫ് മേഖലയിലാകെ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അയത്തുള്ള അലി ഖമനേയുടെ മരണത്തിന് പിന്നാലെ, കൊല്ലപ്പെട്ടതിന് പിന്നാലെ തുടർച്ചയായ ആക്രമണങ്ങളിലേക്ക് പോകുന്നു. ഇതാ ടെഹ്റാനിലെ സർക്കാർ കേന്ദ്രങ്ങൾ, നയതന്ത്ര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പ്രസ്താവനയിൽ പറയുന്നു, നിങ്ങളുടെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തി, അതായത് തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി അയത്തുള്ള അലി ഖമനേയെ വധിച്ചതിലൂടെ ഇറാന്റെ ഹൃദയം തകർത്ത് ഇപ്പോഴിതാ വീണ്ടും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരെ എല്ലാം വധിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇറാൻ തിരിച്ചടിക്കുമ്പോൾ അവരുടെ നേതൃത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ വീണ്ടും ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മൃതി, നമ്മെ ഞെട്ടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ എല്ലാം ആക്രമണം നടത്തിയ ഇറാൻ ഒമാനെ വെറുതെ വിട്ടിരുന്നു. 50 വർഷക്കാലമായി തങ്ങളുടെ ചങ്ങാതിയായിരുന്ന ഒമാനെ വെറുതെ വിട്ടിരുന്നു. ഇപ്പോൾ ഒമാനിലും ആക്രമണം നടത്തുമ്പോൾ യുദ്ധം അതിന്റെ അടുത്ത തലത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം വിലയിരുത്താൻ. ദുബായിൽ ഇപ്പോഴും ആകാശത്ത് ഡ്രോണുകൾ ഉണ്ട് എന്ന് പലരും വിവരങ്ങൾ അയക്കുന്നുണ്ട്. അതിൽ പലതും തത്സമയം ഡ്രോൺ കാണുന്നതായുള്ള വിവരങ്ങളാണ്. ഡ്രോണുകൾ പലതും തകർക്കുന്നുണ്ട്. ഈ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ താഴെ വീണ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകുന്നു. സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് നീങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ ഈ ഗൾഫ് മേഖലയിൽ ശാന്തമായിരുന്ന അന്തരീക്ഷം ഇപ്പോൾ വീണ്ടും കടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. ദുബായിൽ, കുവൈറ്റിൽ, ബഹ്റൈനിൽ, ഏറ്റവും ഒടുവിൽ ഒമാനിൽ, വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിൽ ഒക്കെ തന്നെ ആക്രമണം ഉണ്ടാകുന്നു. ടെഹ്റാനിൽ മറുഭാഗത്ത് നിന്ന് ഇസ്രായേലിന്റെ ശക്തമായ തിരിച്ചടിയും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രത്യാക്രമണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഒമാനിൽ ഇപ്പോൾ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ, ഒമാൻ ന്യൂസ് ഏജൻസി തന്നെ നൽകുന്ന വിവരം, 2 ഡ്രോണുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആക്രമണത്തിനായി. ഒരു തൊഴിലാളിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാക്കുന്നു. എണ്ണ ടാങ്കുകൾക്ക് മീതെയാണ് മറ്റൊരു ഡ്രോൺ വീണത് എന്നുകൂടി സ്ഥിരീകരിക്കുകയാണ് ഒമാനിൽ നിന്നും. സ്മൃതി, അത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അത് വലിയ രീതിയിൽ പടരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഒമാനിലെ ആക്രമണം ദുഃഖം തുറമുഖത്താണുള്ളത്. 2 ആക്രമണങ്ങൾ ഉണ്ടായി എന്ന് ഒമാൻ തന്നെ സ്ഥിരീകരിക്കുമ്പോൾ ഡ്രോണുകളിലൊന്ന് തൊഴിലാളികളെ താമസ കേന്ദ്രത്തിലാണ് പതിച്ചിരിക്കുന്നത്. പ്രവാസിയായ ഒരു തൊഴിലാളിയൊക്കെയാണ് പരിക്കേറ്റത് എന്നുള്ള വിവരമാണ് ദുഃഖത്തിൽ നൽകാനാവുന്നത്. അതേസമയം ഇസ്രയേലിലേക്ക് തിരിച്ചടിക്കുന്നുണ്ട് ഇറാൻ എന്നുള്ളതാണ്. ഹൈഫയിലും വടക്കൻ ഇസ്രയേലിലും ആക്രമണം നടക്കുമ്പോൾ ടെഹ്റാനിലേക്ക് ഇസ്രയേൽ പ്രത്യാക്രമണവും നടത്തിയിരിക്കുന്നു. ടെഹ്റാന്റെ ഹൃദയഭാഗത്ത് ആക്രമണം നടത്തി എന്നുള്ള അവകാശവാദമാണ് IDF നടത്തുന്നത്. സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യമിടുകയാണ് എന്നും ഇസ്രയേൽ വ്യക്തമാക്കുകയാണ്. K സജീഷ് കൂടിയുണ്ട്. സജീഷ്, ഇപ്പോൾ ഇസ്രയേലിൽ വീണ്ടും തിരിച്ചടി നൽകിയിരിക്കുന്നു ഇറാൻ. അതേപോലെ ഇസ്രയേൽ തിരിച്ചും ആക്രമണം നടത്തുന്നു എന്നുള്ളതാണ്. ഈ 24 മണിക്കൂറിനിടെ 6 ഗൾഫ് രാജ്യങ്ങൾക്ക് നേർക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണം ഗൾഫ് മേഖലയിലെ 6 ഗൾഫ് രാജ്യങ്ങൾക്ക് നേർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. അപ്പോൾ തുടരെ ആക്രമണവും പ്രത്യാക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സജീഷ്,
സ്മൃതി, തീർച്ചയായിട്ടും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കഴിഞ്ഞ രാത്രി ആയത്തുള്ള അലി ഖമനയുടെ വധം സ്ഥിരീകരിക്കുന്നതിന് ശേഷം നിരന്തരമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തുണ്ടാകുന്നത്. ഏതാണ്ട് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ നിൽക്കുന്ന 27ഓളം ഇടങ്ങളിൽ ഞങ്ങൾ ആക്രമണം നടത്തുമെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗൾഫ് മേഖലയിൽ ഉടനീളം അമേരിക്കൻ സൈനിക താവളങ്ങൾ നിൽക്കുന്ന സ്ഥലങ്ങളും അതിനൊപ്പമുള്ള ജനവാസ മേഖലകളിലെല്ലാം തന്നെ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏറ്റവും ആശങ്കാജനകമായ സാഹചര്യം ചിലയിടങ്ങളിലെ ആക്രമണം ജനവാസ മേഖലയിൽ പതിച്ചു എന്നതാണ്. അത് തന്നെ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ചും ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചും ആക്രമണം നടത്തുന്നു. 6 ഗൾഫ് രാജ്യങ്ങളെയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇറാൻ ആക്രമിച്ചതെന്ന് പറയുമ്പോൾ ഗൾഫിലെ യുദ്ധ സാഹചര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ഈ ആക്രമണത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഇറാൻ ഇതുവരെയും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. അതിനൊപ്പം തന്നെ ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ടെൽ-അവീവ് ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിലും തെക്കൻ ഇസ്രയേലിലും മധ്യ ഇസ്രയേലിലും പല ഭാഗങ്ങളിലും മിസൈൽ സൈറൺ മുഴങ്ങിയിട്ടുണ്ട്. ടെൽ-അവീവിൽ ഇതിനകം തന്നെ 40 കെട്ടിട സമുച്ചയങ്ങൾ ടെൽ-അവീവിൽ ഇറാൻ ആക്രമണത്തിൽ തകർന്നു അല്ലെങ്കിൽ ക്ഷതം നേരിട്ടു എന്നതാണ് അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്.